കുഞ്ഞുങ്ങൾ വാശി പിടിക്കുന്നത് സ്വാഭാവികം. കുഞ്ഞുങ്ങൾ മാത്രമാണോ വാശി പിടിക്കാറ്? നമുക്കില്ലേ വാശി? കുഞ്ഞുങ്ങളിലെ വാശി മാറ്റാൻ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. അതിന് ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, കുഞ്ഞുങ്ങളെ അറിയാം. കുഞ്ഞുങ്ങളെ 1-2 ദിവസം ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർ എന്തിനെല്ലാമാണ് വാശി പിടിക്കുന്നതെന്ന്. പിന്നീട് അങ്ങോട്ട് നമുക്ക് അവർ വാശി പിടിക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന സിറ്റുവേഷനിൽ നിന്നും അവരെ ഒന്ന് മാറ്റേണ്ടി വരും. അവരുടെ ശ്രദ്ധ മറ്റെന്തിലേക്കെങ്കിലും തിരിച്ചുവിടേണ്ടി വരും. ആദ്യം ഇങ്ങനെ കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം. 2, എന്തിനാണ് അവർ വാശി പിടിക്കുന്നത്? അവർ വാശി പിടിക്കുന്ന സാഹചര്യങ്ങൾ മനസ്സിലാക്കിയാൽ അവർ എന്തുകൊണ്ടാണ് ആ സാഹചര്യങ്ങളിൽ വാശി പിടിക്കുന്നതെന്നാണ് നമ്മൾ അടുത്തതായി ചിന്തിക്കേണ്ടത്. അത് ആരെങ്കിലും അവരെ വാശി കയറ്റുന്നത് കൊണ്ടാവാം, അവർ ആഗ്രഹിച്ച എന്തെങ്കിലും കിട്ടാത്തത് കൊണ്ടാവാം, അവർക്കിഷ്ടമുള്ള ആരെങ്കിലും മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ടെന്ന് തോന്നിയിട്ടാവാം, എല്ലാവരും അവനോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നത് കൊണ്ടാവാം, അവനെ ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തത് കൊണ്ടാവാം. ഇങ്ങനെ പല പല കാരണങ്ങൾ ഉണ്ടാവാം. അത് എന്താണെന്ന് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് മാറ്റിക്കൊടുക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ മാറ്റിക്കൊടുത്തു നോക്കാം. അവരിലെ വാശി കുറയുന്നുണ്ടെങ്കിൽ ആ മാർഗം ഫോളോ ചെയ്യാം. എന്തു ചെയ്തിട്ടും വാശി കുറയുന്നില്ല, നിങ്ങൾ അവരോട് പെരുമാറുന്നത് സ്നേഹത്തോടെയും പോസിറ്റീവായും മാത്രമാണ്, എന്നിട്ടും അവൻ്റെ വാശി കൂടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒരു കൗൺസിലിംഗ് കൊടുക്കാം. 3, അവരുടെ ഇഷ്ടങ്ങൾ കോർത്തിണക്കി ഒരു റുട്ടീൻ ഉണ്ടാക്കി കൊടുക്കാം. മിക്ക കുഞ്ഞുങ്ങളിലും വാശി കുറയാനുള്ള നല്ലൊരു മാർഗം കൂടിയാണ് അവർക്ക് നല്ലൊരു റുട്ടീൻ ഉണ്ടാവുക എന്നത്. പോസിറ്റീവായി അവർ ചെയ്യുന്ന എല്ലാ കുഞ്ഞു കാര്യങ്ങൾക്കും അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക. തെറ്റ് ചെയ്യുമ്പോൾ അത് തെറ്റാണെന്നും ഇപ്പോൾ ചെയ്തത് അറിയാതെയാണെങ്കിൽ ഇനി ചെയ്യാതിരുന്നാൽ മതിയെന്നും പറയുക. 4, വീട്ടിലെ ബുദ്ധിമുട്ടുകൾ അറിഞ്ഞു വളരണം. ചോദിക്കുന്നതെന്തും വാങ്ങിച്ചു കൊടുക്കുന്ന പാരൻസാണ് നിങ്ങളെങ്കിൽ അതിൽ ചെറിയൊരു മാറ്റമാവാം. അവർക്ക് എന്താണോ ആവശ്യം അത് നമ്മളെ കൊണ്ട് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കി ഓരോ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കുക. കുട്ടികളിൽ പൈസ സേവ് ചെയ്യുന്ന ശീലം വളർത്തുന്നതാണ് ഏറ്റവും നല്ല മാർഗം. കുറേ നാൾ പൈസ സേവ് ചെയ്ത് ആ പൈസ കൊണ്ട് അവർക്കിഷ്ടമുള്ള എന്തെങ്കിലും വാങ്ങിപ്പിക്കുന്നത് ഓരോ സാധനം വാങ്ങിക്കുന്നതിനും എത്ര നാളത്തെ കഷ്ടപ്പാടുണ്ടെന്നും അതിന് എത്ര പൈസ ആവശ്യമുണ്ടെന്നും മനസ്സിലാക്കി അതിനനുസരിച്ച് അവർക്ക് വേണ്ട സാധനങ്ങൾ സെലക്ട് ചെയ്യാനും അവർക്ക് സാധിക്കും. 5, ഷെയറിംഗ്. തനിക്ക് കിട്ടുന്നതെല്ലാം മറ്റുള്ളവർക്ക് കൂടി കൊടുത്ത് കളിക്കാനും കഴിക്കാനും പഠിപ്പിക്കുക. ചിലപ്പോൾ നമ്മൾ വെറുതെ പറഞ്ഞാൽ അവർ ഷെയർ ചെയ്യണമെന്നില്ല. പകരം അവൻ്റെ മുന്നിൽ എത്തുന്ന ഓരോ സന്ദർഭത്തെയും ഷെയറിങ്ങുമായി റിലേറ്റ് ചെയ്ത് ഷെയർ ചെയ്യുന്നതിൻ്റെ ഗുണമെന്തെല്ലാമാണെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കുക. ഉദാഹരണത്തിന്, അവർ കാണുന്ന കാർട്ടൂൺസിൽ ഷെയറിങ്ങിൻ്റെ സീൻസ് വരുമ്പോൾ പറഞ്ഞു കൊടുക്കാം, അവർ പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്നത് കണ്ടോ, അവർക്ക് രണ്ടാൾക്കും സന്തോഷമായത് കണ്ടോ, അവർ നല്ല കൂട്ടുകാരായത് കണ്ടോ, എല്ലാവരും അവരെക്കുറിച്ച് നല്ലത് പറയുന്നത് കണ്ടോ എന്നിങ്ങനെ പോസിറ്റീവായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം. പതിയെ പതിയെ അവർ ഷെയറിങ് ഇഷ്ടപ്പെട്ടു തുടങ്ങും. ഇനി ഷെയർ ചെയ്യാൻ കൂട്ടാക്കാത്ത കുഞ്ഞുങ്ങളാണെങ്കിൽ അവരെ നിർബന്ധിച്ചോ ഭീഷണിപ്പെടുത്തിയോ ആ ശീലം വളർത്താൻ ശ്രമിക്കരുത്. പകരം അവരിലെ നല്ല ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്ത് അതിൻ്റെ കൂടെ ഷെയറിങ്ങും കൂടി പഠിച്ചാൽ മിടുമിടുക്കനാവും എന്ന് പറയാം. അച്ഛനും അമ്മയ്ക്കും എങ്ങനെ ഷെയർ ചെയ്യേണ്ടതെന്ന് അറിയില്ല, മോനൊന്ന് കാണിച്ചു തരാമോ എന്ന് ചോദിച്ച് ഇടയ്ക്കിടയ്ക്ക് ഓരോ ടാസ്ക് കൊടുത്തും ഷെയറിങ് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. ഓരോ കുഞ്ഞും വ്യത്യസ്തരാണ്. അവരെ നേർവഴിക്ക് നടത്താൻ പോസിറ്റീവായ ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാവുന്നതാണ്. അപ്പോൾ ആദ്യം കുഞ്ഞുങ്ങളെ മനസ്സിലാക്കണം, പിന്നീട് വാശി പിടിക്കാൻ സാധ്യതയുള്ള സന്ദർഭങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്തണം. അതിനുശേഷം വാശി പിടിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തി അത് പരിഹരിക്കാൻ ശ്രമിക്കണം. അവസാനമായി അവരിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുക. റുട്ടീൻ, മണി സേവിങ്, ഷെയറിംഗ് പോലുള്ളവ. പെട്ടെന്നൊരു ദിവസം കൊണ്ട് അവരെ മാറ്റിയെടുക്കാമെന്ന് തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറഞ്ഞ ഈ സ്റ്റെപ്പുകൾ ഓരോന്നും അതിൻ്റെ ക്രമത്തിൽ ചെയ്തു തുടങ്ങിയാൽ തീർച്ചയായും കുഞ്ഞുങ്ങളിലെ വാശി കുറയും. വീഡിയോ ഉപകാരപ്രദമാവുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതുമായി ബന്ധപ്പെട്ട എന്ത് സംശയവും കമൻസിലൂടെ ചോദിക്കാം. അപ്പോൾ മറ്റൊരു യൂസ്ഫുൾ വീഡിയോയുമായി ഉടൻ വരാം. അതുവരെ ബി ഹാപ്പി.